അൻവർ അല്ലല്ല തെറ്റ് ആ അൻവർ അൻവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അൻവറിനെ പുറത്താക്കുക ചെയ്തു. പി എം നിന്ന് പുറത്താന്ന് അയാൾ സി പി എംകാരനല്ലല്ലോ. അയാൾ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ എൽ ഡി എഫിൽ നിന്നാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അയാൾ സി പി എംകാരനല്ല. ഇത്രയും നാൾ അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് ആയുധമിറക്കിയെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി അൻവറിനെതിരെ വീണ്ടും ഒരു കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് അൻവർ ഫോൺ ചോർത്തിയത് തേച്ചും യാദർച്ഛ്യമായില്ല, ആരുടെ ഫോണും ഞാൻ ചോർത്താൻ പാടില്ല എന്നൊരു നിലയിലേക്കാണ് കേരള പോലീസ് എത്തിയത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഈ നമ്മുടെ മലയാള വാർത്താ ടീം എന്നൊക്കെ പരപ്പനങ്ങാടിയിലാണ്. ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് എന്താണ് പറയുന്നത് ചോദിക്കാം. ചേട്ടാ, ഇപ്പം അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ നാട്ടിൽ ജനത്തിനുള്ള ചേട്ടൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രിക്കെതിരെ മറ്റേ അൻവർ നടത്തിയ പ്രസ്താവന, ഇതിനു മുമ്പ് നമ്മുടെ എന്താ സ്വപ്ന സുരേഷിന്റെ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. അന്ന് എന്തൊക്കെയായിരുന്നു? കെ ടി ജലീലും മുഖ്യമന്ത്രിയും മരുമൊക്കെ കൂടി ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വർണം കടത്തി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറയും. അതൊക്കെ എവിടെ എത്തി? എവിടെയാണ് കേസ്? അപ്പൊ അൻവർ ആ ഇല്ലാ വെടിയാണ് പൊട്ടിക്കുന്നത്. മുഖ്യമന്ത്രിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്തതാണെന്നുള്ള പൊതുജനങ്ങൾക്ക് അറിയാം. മുഖ്യമന്ത്രിനെ സ്നേഹിക്കുന്നവർ എല്ലാ വിഷയവും, ഈ പോലീസ് വിഷയങ്ങളും സ്വർണ്ണക്കടത്തിന്റെ വിഷയങ്ങളും ഇപ്പോൾ പറയാമെന്നല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് പെൻഷനായാലും റേഷനായാലും ഇപ്പോൾ ഓണം കഴിഞ്ഞു, ഓണത്തിന് നമ്മൾ സപ്ലൈകോ നിലപാട് കിട്ടിയ ജനങ്ങൾ കിട്ടിയ ഒരു ഉപകാരങ്ങൾ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നിടയിൽ ഒരു പോലീസിൻ്റെതും ഒരു സ്വർണ്ണക്കടത്തിൻ്റെ അടുത്ത് അയാൾ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ജില്ലാ സെക്രട്ടറിനെ മുസ്ലിം വിരോധിയാണ്, വർഗീയതയാണ്. അയാൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. പാലോളി, സേതാലിക്കുട്ടി ഇവരൊക്കെ കൂടെ പ്രവർത്തന രംഗത്ത് ഉയർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറി മോഹൻദാസ്. 8 വർഷം സി പി എമ്മിന്റെ കൂടെ നിന്നിട്ടാണ് അൻവർ ഇപ്പം ഈ ഒരു ബോംബ് പൊട്ടിച്ചത്. അന്ന് പറയാത്ത കാര്യം എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞത്? അതെ, അൻവർ പറയാത്ത കാരണം അൻവറിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പാർട്ടിൻ്റെ അകത്തുമുണ്ട്, അത് പുറത്തുമുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ അൻവർ ഒരു വിഷയം പറഞ്ഞത് ഞാൻ കാണിച്ചിരുന്നു. നമ്മുടെ ഇത് കണ്ട കേസിൻ്റെ ഡയറി, കേസ് മലപ്പുറം ജില്ലയിൽ ഈ കാലയളവിലുണ്ടായ കംപ്ലീറ്റ് കേസ് അത് പരിശോധിക്കാതിരിക്കാനും. ഇതിലേതാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അതൊന്ന് പരിശോധിച്ചാൽ മതി നിങ്ങൾ, ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാലയളവിലല്ല, 2012, 11, 16 വരെയുള്ള കാലയളവിൽ ഒരുപാട് കേസുകൾ മലപ്പുറം. അപ്പോൾ അതൊക്കെ മുസ്ലിം വിരോധമായിട്ട് ചെയ്തതാണോ അന്നത്തെ സർക്കാർ? പിന്നീട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ജനസംഖ്യകൾ കൂടുമ്പോൾ പല വിഷയങ്ങളും കുടുംബപരമായ വിഷയങ്ങളും ഇപ്പം മോട്ടോർ ആക്ട് പ്രകാരം എടുത്ത കേസുകൾ തന്നെ ജില്ലൻ്റെ അകത്ത് ഒരുപാടുണ്ട്. ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ വണ്ടി കൊടുത്ത് വിട്ട കേസുകളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. ഞാൻ അൻവറിന്റെ മനസ്സിൽ എന്താണ്? കോൺഗ്രസിൽ നിന്നിട്ടാണ് സി പി എം, ഇപ്പൊ സി പി എം പുറത്തയക്കുകയാണ്. ഇനി എന്നോട്ട് പി എം നിന്ന് പുറത്താന്ന് അയാൾ സി പി എംകാരനല്ലല്ലോ. അയാൾ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ എൽ ഡി എഫിൽ നിന്നാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അയാൾ സി പി എംകാരനല്ല. എൽ ഡി എഫ് പുറത്താക്കിയിട്ടുണ്ടല്ലോ. എൽ ഡി എഫ് പുറത്താക്കിയിട്ടുണ്ട്. എൽ ഡി എഫ് കോൺഗ്രസ് തിരിച്ചെടുത്തോളാൻ പറയുന്നത്. കോൺഗ്രസിൽ ജില്ലാ പ്രസിഡന്റ് എടുക്കാൻ, അവരെ സെക്രട്ടറി എടുക്കും. അവർ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് ഈ വക പോക്കൂത്തുകളൊക്കെ അൻവർ നടത്തിയിട്ടുള്ളത്. അല്ലാന്ന് പറയാൻ പറ്റും എനിക്ക്. അങ്ങനൊക്കെ പല വിഷയങ്ങളുണ്ട്. അൻവറുടെ വിഷയം എന്ന് പറഞ്ഞാൽ അൻവറുടെ പിച്ചഭൂമി വിഷയങ്ങളും അവിടെ ഹൈക്കോടതിൻ്റെ ഇതായിട്ട് അവർ പാർക്ക് പൊളിക്കലും ഇതൊക്കെ പാർട്ടി കൂടുതൽ സഹായിച്ചില്ല എന്നുള്ളൊരു ആരോപണത്തിലൂടെ മൂപ്പർ പൊന്തി വന്നതാണ്. പോലീസിന്റെ ഒരുപാട് വീഴ്ചകളുണ്ട്, അതൊന്നും നമ്മൾ കളയുന്നില്ല. പോലീസിന്റെ അടുത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അൻവറിന് പിന്നിൽ ആരാണ്? അൻവറിന്റെ പിന്നിൽ ആരാന്ന് നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തും അൻവറിന്റെ പിന്നിൽ ആരാണ്. നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട്. എത്രത്തോളം ജനപിന്തുണയുണ്ട് സമ്മേളനത്തിന്? ജനപിന്തുണ എന്ന് പറയാം, അവിടെ ചെല്ലുന്ന എല്ലാ ജനങ്ങളും ഈ അൻവറിനെ പിന്തുണക്കുന്ന ആൾക്കാരാന്നുള്ള മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റം. അതായത് ആ വിഷയങ്ങൾ കേൾക്കാനും അത് വിലയിരുത്താനും അത് അറിയാൻ പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. അതൊക്കെ അൻവറിന്റെ പിന്നിലുള്ള ആൾക്കാരാണ്. അൻവർ തെറ്റിദ്ധരിക്കുന്നതും നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുന്നതും വിഡ്ഢിത്തരാണ്. അൻവറിന് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാൽ എത്ര ജനം കാണും? അൻവറും ആ പ്രഖ്യാപിക്കുന്ന കുറച്ച് ആളുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരുപാട് ഗൗരിയമ്മ, അതുപോലെ എം വി രാഘവന്, അതുപോലെ കോൺഗ്രസിൽ നിന്ന് മുരളി ആൾക്കാരൊക്കെ പോയി എല്ലാവരും പാർട്ടി ഉണ്ടാക്കി. അവരൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു മൂലയിലുള്ള ജനപിന്തുണയുള്ള
ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എവിടെ എത്തുമെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചിന്തിക്കുക. മറ്റൊരു കാര്യം, ഈ അൻവറിന്റെ കൂടെ നിന്നവരാണ് ലാസ്റ്റ് മറ്റൊരു ദിവസം, അത് അൻവറിന്റെ കൂടെ നിന്നവര് ഒരു രാത്രി കഴിഞ്ഞപ്പോൾ കൊലവിളി നടത്തി, നിന്റെ കയ്യും വെട്ടും കാലും വെട്ടും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ പൊളിറ്റിക്കലായിട്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, അതായത് CPM-ൻ്റെ അകത്തുള്ള അണികൾ, അതായത് താഴെത്തട്ടിൽ ഒരുപാട് പ്രവർത്തകർ അണികളുണ്ട്. അവർ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവര് അൻവർ പറഞ്ഞ കടന്തൽക്കൂട് പോലെ ഇളകി വരും. അതാണ് CPM-ൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ. അത് കാലങ്ങളായിട്ട് തെളിയിച്ചതാണ്. ഗൗരിയമ്മനെ സ്നേഹിച്ചിരുന്നു. ഗൗരിയമ്മ ഒറ്റക്ക് പോയപ്പോൾ ഗൗരിയമ്മക്കെതിരെ VS അച്യുതാനന്ദനെതിരെ മത്സരിപ്പിക്കാണ്ടായപ്പോൾ ജനങ്ങൾ മൊത്തം എളുകി. അത് ഈ പരപ്പനങ്ങാടിയിൽ വരെ അനുഭവമാണ്. പരപ്പനങ്ങാടിയിലെ ഇന്നത്തെ LC മെമ്പർ, LC ആൾക്കാർ കംപ്ലീറ്റ് അന്ന് VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് പ്രകടനം നടത്തിയ ആൾക്കാർ അന്ന് ഒരു പാർട്ടിൻ്റെ അകത്തായി. ഇപ്പം എല്ലാവരും പാർട്ടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതൊന്നും വല്ലാതെ മാധ്യമങ്ങൾ ആഘോഷിച്ച് കൊടുത്തിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക്, ഇപ്പോഴത്തെ ജനങ്ങൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നില്ലേ, എന്താണ് എവിടെയാണ് സത്യം എന്ന് പകൽ പറയും. പിന്നെ അന്ധമായിട്ട് ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് CPM വിരോധം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എത്ര പറയുന്നത് നമ്മൾ മനസ്സിലാവില്ല. അത് അവരവർ ആ ലക്ഷ്യത്തിന് പോകും. എന്ത് ചോദിക്കാൻ കാരണം എന്താണ്? ഇപ്പൊ ചോദിക്കാണ്ടായ കാരണം ഞങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു. പക്ഷെ അൻവറിന് കുറച്ച് വൈകിയാണെങ്കിൽ ആ വിവരം കിട്ടിയതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അൻവർ ഇപ്പൊ ഇത്രയും തെളിവുകൾ പുറത്തു വിട്ടു. മിനിഞ്ഞാന്ന് മാധ്യമത്തിന് മുമ്പിൽ ഒരു സ്ക്രീൻ TV വെച്ചിട്ടാണ് തെളിവ് പുറത്തുവിട്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷം ആ തെളിവ് പുറത്തു വിടുന്നില്ല? പ്രതിപക്ഷം നിയമസഭ, ഏതെങ്കിലും നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് കേരളത്തിലെ നിയമനിർമ്മാണ സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിലും അപ്പുറത്തൊന്നല്ലല്ലോ. പൊതുജനങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ബുദ്ധിയുള്ള ജനങ്ങളാണല്ലോ, ആരും മോശക്കാരൊന്നല്ലല്ലോ. അവർക്കൊക്കെ ഇതിന്റെ എന്താണോ എങ്ങോട്ടാണോ എടുക്കുന്നുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടി മെമ്പർമാർക്ക് ന്യായീകരിച്ചേ മതിയാവും. കാരണം അവര് പാർട്ടി ചേട്ടൻ്റെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് LDF ഇന്ന് പുറത്തായിരിക്കുകയാണ് അൻവറിന്. 8-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഇനി ആ ഭരണപക്ഷം തിരിക്കാൻ പറ്റില്ല. അൻവറിന് ഇനി എവിടെ സീറ്റ് കൊടുക്കും? അത് നമ്മുടെ നിയമസഭയില് അയാളൊരു നിയമസഭ സാമാജികനാണല്ലോ. നിയമസഭന്റെ അകത്ത് അയാൾക്കൊരു സീറ്റ് എങ്ങനെയായാലും ഉണ്ടാവും അവിടെ. അയാൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചൊരു പ്രതിനിധി ആയതുകൊണ്ട് നിയമസഭന്റെ അകത്ത് ഏതെങ്കിലും ഒരു മരി അയാളാ തീരുമാനിക്കണ്ടേ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ LDF പുറത്താക്കിയതിന്റെ പേര് UDF വേണം എന്നുള്ള നിലക്ക് നിൽക്കുന്നു. അപ്പൊ അയാള് പണ്ട് മറ്റേ PC ജോർജ് എവിടെ ഇരുന്നു? പ്രതിപക്ഷ സ്ഥാനത്ത് അതില് അങ്ങനല്ല. അയാള് ഓട് വിളിച്ച് വന്നോന്നല്ലല്ലോ. അയാള് നിയമസഭയില് അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണല്ലോ ജനങ്ങള്. സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഒരു ഇടുണ്ടാവല്ലോ അദ്ദേഹത്തിന്. അതെന്തായാലും കൊടുത്തേ മതിയാവും. അതിന് അയാൾ അവിടുത്തെ നിലമ്പൂരിലെ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ അൻവറിനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും. അതൊക്കെ നമ്മളല്ലല്ലോ പറയേണ്ട ആളുകള്. അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ല. അൻവർ വേറെ പാർട്ടി രൂപീകരിക്കാൻ പോവല്ലേ. സ്വാഭാവികമായിട്ട് UDF അപ്പൊ അതിനെ ആ പാർട്ടിയുടെ പിന്തുണ ഉണ്ടോ UDF? അതൊക്കെ നമുക്ക് ആലോചിക്കാം വരുമ്പോഴല്ലേ. ഇപ്പൊ തന്നെ പറയാൻ പറ്റൂലല്ലോ. അൻവർ തെറ്റ് തിരിച്ചു വരുമോ LDF? തെറ്റിദ്ധരുത്തിട്ടാ തെറ്റ് ചെയ്തില്ല. തെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇവരാണല്ലോ. അൻവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അൻവറിനെ പുറത്താക്കുക ചെയ്തു. അല്ലല്ല, അൻവർ പുറത്താക്കിയതല്ല. അൻവർ കൊടുത്ത ആരോപണങ്ങൾ അന്വേഷണ വിധേയമായിട്ട് ഒരു നിയമ സംവിധാനത്തില് ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു ആരോപണം ഉന്നയിക്കും. അത് നിയമപരമായിട്ട് അന്വേഷണം നിൽക്കുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കുക എന്ന് 3 ദിവസം എന്നല്ല, മുഖ്യമന്ത്രി എടുക്കുക എന്ന് പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് തീരുമാനം എടുത്ത് കിട്ടൂ എന്ന് വാശി പിടിച്ചൊരു കുട്ടികളെ പോലെ നിലവിളിക്കുക. ഇത് അങ്ങനെ ഒരു നിയമ സംവിധാനത്തിൽ നടക്കുമെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ആലോചിക്കുക. ഇതിനു മുമ്പ് അൻവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഉടമയുടെ ഫോൺ ചോർത്തിയിരുന്നു. അന്ന് കേസെടുക്കാത്ത പോലീസ് ഇന്ന് എന്തുകൊണ്ടാണ് കേസെടുത്തത്? ഇന്ന് അൻവറിനെതിരെ ഫോൺ ചോർത്തി കേസെടുത്തിരിക്കുന്നു. മാധ്യമപ്രവർത്തകനാണ് ചോർത്തിയതല്ലേ. ഇന്നിപ്പോ സാധാരണക്കാരുടെ ഫോണൊക്കെ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോർത്തുന്നുണ്ട്. ഇവിടെ ചോർത്തിയിട്ടുള്ള ആരതാണ്? അൻവർ. അന്നും ചോർത്തി. ഫോൺ ആരെ ചോർത്തിയാലും കേസാണ്. ഫോൺ ചോർത്തി നിയമം കേസ് ഒന്നാണ്. അന്ന് കേസ് എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ അറിവാണ് എനിക്കുള്ളത്. പക്ഷെ ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് ഇന്ന് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഇന്ന് എടുത്തിട്ടുള്ളത് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് എടുത്തുന്നത് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമം അതിന്റെ മൊട്ട പോലെ നടക്കും. പിണറായി പൊട്ടിക്കാനുള്ള ബോംബ് അൻവറിന്റെ കയ്യിലുണ്ടോ? പിണറായി പൊട്ടിക്കാനുള്ള ബോംബ്, ഇതിലപ്പുറത്ത് ബോംബ് എന്താ വേണ്ടത്? RSSുമായി പിണറായി വിജയന് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് ADGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഇപ്പം നമ്മളെ EP ജയരാജൻ ജാവദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള പകൽ പോലെ വിളിച്ചമല്ല ഇവിടെ. സത്യമായില്ലേ? അതിന്റെ തുടർച്ച എന്നുള്ള രൂപ ADGPയും അതിൽ പങ്കുണ്ട്. 100% പിണറായി വിജയൻ ഇതില്
എന്താ പറയാ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അത് അദ്ദേഹം ആണ് തെളിയിക്കപ്പെടുന്നത്. അദ്ദേഹം അതിന് അതായത് അൻവർ ചോദ്യം ഉന്നയിച്ചപ്പോ അൻവറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയല്ല ചെയ്ത്. അൻവറിനെതിരെയുള്ള അൻവറിന്റെ പഴയ കാലങ്ങളും അൻവർ കോൺഗ്രസ് ആയിരുന്നു ആ തീരുമാനം ഈ 8 വർഷം കോൺഗ്രസ് ആയിരുന്നല്ലായിരുന്നു മൂപ്പര്. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ചെയ്ത് അല്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. മറുപടി ഉണ്ടോ? നിങ്ങളെയൊക്കെ തരണം. ചോദ്യത്തിന് അൻവർ ഇപ്പോ നിങ്ങൾ പറയുന്ന പൂരംകരയ്ക്ക് കേസ് അത് പുനർജനിയുടെ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി PD സതീശൻ കളിച്ച ഒരു കളിയാണ് DGPയുമായി ഒത്തുചേർന്ന് കോൺഗ്രസിന്റെ സീറ്റ്. അതായത് VD സതീശൻ പൂരം കൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താ ഇതൊക്കെ ഇതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. കാരണം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം എന്താ, സംസ്ഥാനത്ത് ഇന്റലിജൻസ് ഉണ്ട്. ആ റിപ്പോർട്ട് ഈ പൂരം കൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച മുന്നേ നമ്മൾ നമ്മളെ മുഖ്യമന്ത്രിക്ക് ഭീഷണിയുണ്ട് എന്ന് നമ്മളെ ഇന്റലിജൻസ് കണ്ടെത്തുന്നുണ്ട്. ആ കണ്ടെത്തുന്ന ഇന്റലിജൻസ് പരാജയപ്പെട്ടോ അതോ ഇന്റലിജൻസ് റിപ്പോർട്ട് മൂടി വെച്ചോ, എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ പലതും കാണാതെ പോകുന്ന പല കേസുകളും അതുകൊണ്ടാ അത് ഇന്റലിജൻസിന്റെ അത് കുഴപ്പം തന്നെ. അത് വേറെ കാര്യം. ഇവിടെ തൃശ്ശൂർ പൂരം കലക്കുന്നത് ആംബുലൻസിൽ വന്ന് ഇപ്പത്തെ MP സുരേഷ് ഗോപി ഇറങ്ങി എന്നുള്ള രേഖ റിപ്പോർട്ടർ ചാനൽ പുറത്തു വിടുന്നു. ഇതൊരു മുൻ ഗൂഢാലോചന DGPയും BJPയും കോൺഗ്രസും കൂടെ ചെയ്തു. ആ കോൺഗ്രസിന്റെ സീറ്റ് പ്രതിപക്ഷ നേതാവിന്റെ സീറ്റ്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ആ സീറ്റ് BJPക്ക് വിറ്റു എന്ന് തന്നെ പറയാം. പകൽ പോലെ തെളിവ് വെളിച്ചം എടുക്കുന്നുണ്ടല്ലോ തൃശ്ശൂരിലെ കാര്യങ്ങളെ. അത് അങ്ങനെ കൊടുത്തതല്ലേ. 1 ലക്ഷത്തി ചില്ലറ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? BJPക്ക് പോയി. സുരേഷ് ഗോപി വാങ്ങി പൂരം കലക്കി എന്നുള്ള തെളിവ് സംഭവമായിട്ട് അവിടെ DGPന്റെ അടുത്ത് DGP കൂടിക്കാഴ്ച നടത്തി അതിന് തെളിവും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അയാൾ മിക്കവാറും പുറത്താക്കും. അവസാനമായിട്ട് ഒരു ചോദ്യത്തിൽ കിടക്കുകയാണ്. അതായത് ഈ പൂരം തലക്കിയതും എല്ലാം അൻവർ പറഞ്ഞ തെളിവുകൾ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഒരു പ്രതിപക്ഷം ഈ അൻവർ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലേ? അതായത് അൻവർ പ്രതിപക്ഷ നേതാവെന്നുള്ളതല്ല, പൂരം കൽക്കിയതുമായിട്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സർക്കാർ പൂഴ്ത്തിയതാണ് ഈ വിഷയം. സർക്കാർ പൂഴ്ത്തി. പ്രതിപക്ഷം ഈ പൂരം കലക്കിയത് നേരത്തെ, അതായത് ഈ പാർലമെന്റ് ഇലക്ഷൻ മുന്നോടിയായിട്ട് തന്നെ പൂരം കലക്കാനുള്ള എല്ലാ ഗൂഢശ്രമങ്ങളും ഉണ്ട് എന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവര് അതിനുള്ള നടപടിയെടുത്തില്ല? പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണോ അല്ലോ എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ. പൂരം കലക്കാൻ അവർ തീരുമാനം എടുത്തിരുന്നു. അവർ ഒരുമിച്ച് എടുത്ത തീരുമാനം അത് പ്രതിപക്ഷം വിചാരിച്ചാലും ആ കലക്കാതിരിക്കാൻ കഴിയില്ല എന്നിപ്പോ ബോധ്യായി. 6 മണിക്ക് അൻവർ ബോംബ് പൊട്ടിക്കും. ഇത്രയും പൊട്ടിച്ച ബോംബുകളൊന്നും ഇവിടെ പാർട്ടിക്ക് ഏറ്റിട്ടില്ല. പാർട്ടിക്ക് നല്ല സമൂഹത്തിന് ഏറ്റില്ല. ഇനി എന്ത് ബോംബ് പൊട്ടിക്കാനാണ്? ഇനി വരാനല്ലേ KT ജലീല് ഏതടിയില മറ്റന്നാൾ അല്ലേ 2-ാം തീയതി 3-ാം തീയതി 2-ാം തീയതിയോ അടുത്ത ബോംബ് വരാൻ കിടക്കാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങളിത് ആകാംക്ഷയോടെ വീക്ഷിക്കാണ്. എന്തൊക്കെയാ വരട്ടെ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് അൻവർ പുതിയ ബോംബ് പൊട്ടിയുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. മലപ്പുറത്ത് ക്യാമറമാൻ രാജുവിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.